നമസ്കാരം. പ്രധാന വാർത്തകൾ. എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ സർവീസ് തുടങ്ങും. റിയാദിനെയും തിരുവനന്തപുരത്തെയും ബന്ധിപ്പിക്കും. സൗദി തലസ്ഥാനമായ റിയാദിനെയും തിരുവനന്തപുരത്തെയും നേരിട്ട് ബന്ധിപ്പിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് വരുന്നു. തിരുവനന്തപുരത്ത് നിന്നും റിയാദിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന രീതിയിലാണ് ക്രമീകരണം. സെപ്റ്റംബർ 9 മുതലാണ് സർവീസ് തുടങ്ങുകയെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയിലെ പ്രവാസികൾ ഏറെക്കാലമായി കാത്തിരിക്കുന്ന സർവീസിനാണ് തുടക്കമാകാൻ പോകുന്നത്. സെപ്റ്റംബർ 9 വൈകിട്ട് 5:55 തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടുന്ന വിമാനം രാത്രി 10:40 റിയാദ് കിങ് ഖാലിദ് വിമാനത്താവളത്തിലെത്തും. ഈ വിമാനം രാത്രി 11:40 വീണ്ടും തിരുവനന്തപുരത്തേക്ക് പറക്കും. പിറ്റേന്ന് രാവിലെ 7:30 തിരുവനന്തപുരത്ത് എത്തിച്ചേരുക. മുൻ കേന്ദ്രമന്ത്രി കെ.വി. തോമസിന്റെ ഭാര്യ ഷേർലി തോമസ് അന്തരിച്ചു. ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ.വി. തോമസിന്റെ ഭാര്യ ഷേർലി തോമസ് അന്തരിച്ചു. 77 വയസ്സായിരുന്നു. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മൃതദേഹം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിവരെ തോപ്പുംപടിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം വൈകിട്ടോടെ കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ സംസ്കരിക്കും. ജമ്മുകാശ്മീരിൽ സൈന്യത്തിനു നേരെ വെടിവെപ്പ്. 4 ഭീകരർ പിടിയിൽ. ജമ്മുകാശ്മീരിലെ ഉധംപൂരിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. വനമേഖലയിൽ സൈന്യം പരിശോധന നടത്തുന്നതിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നുവെന്നും വൈകിട്ട് 5:30 സംഭവം നടന്നതെന്നും സൈനിക നേതാവ് അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ 4 ഭീകരരെ സൈന്യം പിടികൂടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. 10 വയസ്സുകാരിയോട് അതിക്രമം. മതപാഠശാല അധ്യാപകൻ അറസ്റ്റിൽ. കരുനാഗപ്പള്ളിയിൽ 10 വയസ്സുകാരിയോട് ലൈംഗിക അതിക്രമം നടത്തിയ മതപാഠശാല അധ്യാപകൻ പോലീസ് പിടിയിലായി. തഴവ കുറ്റിപ്പുറം ഹാദിയ മൻസിലിൽ നൌഷാദാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. മതപാഠശാലയിലെ അധ്യാപകനായ ഇയാൾ പെൺകുട്ടിയെ പിന്തുടർന്ന് വീട്ടിലെത്തുകയും വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി ലൈംഗിക ഉദ്ദേശത്തോടെ ആക്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടി ഇയാളെ വീടിന് പുറത്താക്കി കതകടച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഈ വിവരം കുട്ടി സ്കൂൾ അധ്യാപികയെ അറിയിക്കുകയും സ്കൂളിലെ കൗൺസിലിംഗിന് ശേഷം പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത കരുനാഗപ്പള്ളി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. വയനാട് ദുരന്തം. ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് 53,98,00,000 രൂപ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായി നടക്കുന്ന പ്രചാരണങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി. കൂടാതെ 53,98,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ജൂലൈ 30 മുതൽ ലഭിച്ച ഓരോ രൂപയും വയനാടിനായി ചെലവഴിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പോർട്ടൽ വഴിയും UPI വഴിയും ലഭ്യമാകുന്ന തുകയുടെ വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ദുരിതാശ്വാസ നിധിയിൽ ലഭിക്കുന്ന പണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സുതാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംഭാവന നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു.